തിരുവള്ളൂരിൽ UDF പ്രവർത്തകന്റെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. വേണ്ടി വന്നാൽ അടിവസ്ത്രവും അടിപ്പാത്രവും ഞങ്ങൾ പരതുമെന്നാണ് വടകര പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റം ചെയ്യാത്ത സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായ പോലീസ് തരനായാട്ട് അതീവ ഗുരുതരമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇന്നലെ അവിടെ അതായത് റെയ്ഡ് ചെയ്യുന്നതിനൊക്കെ ഒരു മാന്യതയുണ്ട്, അതിനൊരു പരമ്പരാഗത രീതിയുണ്ട്, നിയമപരമായ വ്യവസ്ഥയുണ്ട്, ഉപയോഗിക്കേണ്ട ഭാഷയിൽ നിന്ന് കൃത്യമായ നിയന്ത്രണമുണ്ട്. എല്ലാ മര്യാദകളും ലംഘിച്ച് റെയ്ഡ് നടത്തി ഈ അശ്ലീല പദം ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ആവശ്യപ്പെടുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുന്നുണ്ടാവും. തിരുവള്ളൂരിൽ നടക്കുന്ന ഒരു അതിക്രമം. തിരുവള്ളൂരിൽ യൂസഫ് എന്നുള്ള UDF-കാരന് ആക്രമിക്കപ്പെടുകയാണ്. ആക്രമിക്കുന്ന CPM-കാരാണ്. അവനെ വടിവാൾ കൊണ്ട് വെട്ടി, കൈക്കും കാലിനും വെട്ടി, പട്ടിക കൊണ്ടടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് അവന്റെ കയ്യിലുള്ള ഫോണും 5 പവൻ സ്വർണവും മോഷ്ടിച്ചു കൊണ്ടുപോയി. അതിന്റെ പേരിൽ ഒരാളെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് കൗണ്ടറായി ശ്രീജിത്ത് എന്നുള്ളൊരു CPM-കാരൻ അഡ്മിറ്റായി 2 ആളെ പേരിൽ കേസെടുക്കുകയാണ്. ഒരു സിദ്ദിഖ്, ഒരു ആഷിഖ്. ഈ ആഷിഖ് ഇപ്പോഴും അന്നും ചെന്നൈയിലാണ്, ഇപ്പോഴും ചെന്നൈയിലാണ്. സിദ്ദിഖിന്റെ ഭാര്യ പ്രസവിച്ച് 20 ദിവസമായിട്ടുള്ളൂ. സിദ്ദിഖ് ഇതിൽ കുറ്റക്കാരനല്ല. ആ സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ നടന്നത് വടകര പോലീസിന്റെ നരനായാട്ടാണ്. അവിടെ 20 ദിവസം പ്രായമുള്ള ആ കുട്ടിയെയും അമ്മയും ഉൾപ്പെട്ട വീട്ടിൽ പോലീസ് കയറി നടത്തത് മൃഗീയമായ നായാട്ടാണ്. അവിടെ വീടിന്റെ ഷെൽഫുകൾ തുറക്കുന്നു, പാത്രങ്ങൾ എടുത്തെറിയുന്നു. പ്രതിഷേധിക്കാൻ വന്നവരുടെ ഉപയോഗിച്ച വാക്ക് വേണ്ടി വന്നാൽ അടിവസ്ത്രവും അടിപ്പാത്രവും ഞങ്ങൾ പരതുമെന്നാണ് വടകര പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റം ചെയ്യാത്ത സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായ പോലീസ് തരനായാട്ട് അതീവ ഗുരുതരമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇന്നലെ അവിടെ അതായത് റെയ്ഡ് ചെയ്യുന്നതിനൊക്കെ ഒരു മാന്യതയുണ്ട്, അതിനൊരു പരമ്പരാഗത രീതിയുണ്ട്, നിയമപരമായ വ്യവസ്ഥയുണ്ട്, ഉപയോഗിക്കേണ്ട ഭാഷയിൽ നിന്ന് കൃത്യമായ നിയന്ത്രണമുണ്ട്. എല്ലാ മര്യാദകളും ലംഘിച്ച് റെയ്ഡ് നടത്തി ഈ അശ്ലീല പദം ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ആവശ്യപ്പെടുന്നു കോൺഗ്രസ്. അതായത് അതാണ് പറഞ്ഞത്. ആദ്യം യൂസഫിനെ ആക്രമിച്ച നടപടിയിൽ ഒരാളെ പേരിൽ അറസ്റ്റ് ചെയ്തു. എന്നാൽ സ്വർണവും ഫോണും മോഷ്ടിച്ചു കൊണ്ടുപോയവർക്കെതിരെയോ അതോടൊപ്പം ഉണ്ടായിരുന്ന 6 പേർക്കെതിരെയോ ഒരു നടപടിയുമില്ല, അന്വേഷണമില്ല. അവരുടെ വീട്ടിൽ പോലീസ് പോകുന്നില്ല. എന്നാൽ സിദ്ദിഖിന്റെ വീട്ടിൽ പോയി നിങ്ങൾ അന്വേഷിക്കണം. വളരെ ഗുരുതരമായ വിഷയമാണ്. ഏറ്റവും മോശമായ പദമുപയോഗിച്ച് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ, ഒരുപക്ഷെ കേട്ട് കേൾവി പോലുമില്ലാത്ത രീതിയിലുള്ള അതിക്രമമാണ് ഇന്നലെ സിദ്ദിഖിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ സിദ്ദിഖിന്റെ വീട്ടിൽ പ്രവേശിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടി പാർട്ടി ആവശ്യപ്പെടുന്നു.